ഹലോ, നമുക്കിനി അടുത്തൊരു ചാപ്റ്റർ പഠിക്കാം അല്ലേ? അടുത്ത ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്. നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ അല്ലേ? 6th ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ്. ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഒക്കെ പഠിച്ചില്ലേ? നല്ല അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കിയല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലേ, നമുക്ക് സിലബസ് ഒക്കെ ചുരുക്കിയപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ പഠിച്ചു, എങ്ങനെയാണ് ഗ്രാഫ് വരുന്നത് അല്ലെ? നമ്പർ ലൈൻ മാത്രമാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. സോ സോൾവ് ചെയ്യാൻ പഠിച്ചു, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലേ, അത് ലെസ് ദാനോ ഓർ ഗ്രേറ്റർ ദാനോ ആണെന്നൊക്കെ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ലൈനിൽ വരച്ചൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ നമുക്ക് പഠിക്കാനുള്ളത്? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് അല്ലെ? ഇതുവരെ നമ്മൾ പഠിക്കാത്ത പുതിയൊരു കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? കോമ്പിനേഷൻസ് പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്തൊക്കെയോ കമ്പൈൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്നൊരു തിങ്കിങ് നമുക്കുണ്ടാവും. പക്ഷേ പെർമ്യൂട്ടേഷൻസിന്റെ കേസിൽ ആ ഒരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? എന്താണ് പെർമ്യൂട്ടേഷൻ എന്നുള്ളത് പറയാം. അപ്പൊ അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന കൗണ്ടിങ് അല്ലെ? കൗണ്ട് ചെയ്യുക, എന്തൊക്കെയോ കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, കൗണ്ട് ചെയ്യാനുണ്ടെന്നുള്ളത് മാത്രം നമുക്ക് ഈ ഒരു വാക്കിൽ നിന്ന് മനസ്സിലായി അല്ലെ? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പൊ എന്തോ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. എന്തായിരിക്കും കൗണ്ട് ചെയ്യാനുള്ളത്? നോർമലി നമ്മൾ കൗണ്ട് ചെയ്യാറുള്ള എന്താ ഡെയിലി ലൈഫില്? കൂടുതലായിട്ട് നമ്മളിപ്പം എണ്ണ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു, അതിന്റെ എണ്ണ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ എണ്ണം എത്രയാണ്, ഇപ്പൊ നമ്മൾ കയ്യിൽ കിട്ടുന്ന ക്യാഷ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എത്രയാന്ന് എണ്ണി നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ? അപ്പൊ നമ്മൾ എണ്ണുമ്പോൾ എന്തായിരിക്കും ചെയ്യുക? ഇപ്പൊ കുറെ 10ന്റെ നോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണുമ്പോൾ എന്തായിരിക്കും? 10, 20, 30 എന്നാണോ എണ്ണിപ്പോവുക? ഓരോ നോട്ടുകൾ ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് അല്ലല്ലേ? എന്താ ചെയ്യുക? ഓരോന്നും എടുക്കുമ്പം 1, 2, 3, 4 എന്ന് എണ്ണി എത്ര വരെ ഉണ്ടോ, അതിപ്പോ 100 ആണെങ്കിൽ 100, 1000 ആണെങ്കിൽ 1000 വരെ നമ്മൾ എണ്ണിയിട്ട് എന്ത് ചെയ്യും? 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ സിമ്പിൾ കൗണ്ടിങ് എങ്ങനെയാണ് അല്ലെ? അപ്പൊ നമുക്കൊരു 100 എണ്ണം ഉണ്ടെങ്കിൽ 100 എണ്ണം വരെ എണ്ണിയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് പറയും? 1000 എന്ന് പറയും അല്ലെ? സിമ്പിൾ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്താല് ഇതുപോലെയായിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യണത്. ഇനി ഇതൊരു 20ന്റെ നോട്ടാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? നമ്മളൊരു 50 എണ്ണം എണ്ണിന്നിരിക്കട്ടെ, 50 എണ്ണം എണ്ണിയപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എണ്ണി ഇപ്പൊ ഓരോന്നും കൂട്ടുമ്പോ എന്താ? 20, 40, 60, 80, 100 ഇങ്ങനെയാണോ നമ്മൾ എണ്ണുക? അല്ലല്ലേ? പകരം എന്ത് ചെയ്യും? എണ്ണം ടോട്ടൽ എത്ര നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എണ്ണി നോക്കും. എണ്ണി നോക്കുമ്പോൾ അത് 50 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഒരു എണ്ണത്തിന്റെ 20 രൂപ നോട്ടാണെന്ന് പറഞ്ഞു. സോ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? അവിടെ നമുക്ക് 1000 എന്ന് കിട്ടും അല്ലെ? ഇങ്ങനെയല്ലേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കൗണ്ടിങ് ചെയ്യുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളോട് പറയുകയാണ്, തന്നിരിക്കുന്ന ഒരു ടേബിളിന്റെ അകത്ത് എത്ര ബോക്സസ് ഉണ്ടെന്ന്. ഇതൊക്കെ കുഞ്ഞു പിള്ളേരോടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ? ഇതിപ്പം എത്ര ബോക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഓരോന്നും എണ്ണി 1, 2, 3, 4, 5, 6 ഇങ്ങനെ എണ്ണുവോ? എണ്ണില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? എത്ര റോസ് ഉണ്ടെന്ന് നോക്കും, എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കും അല്ലെ? റോസിന്റെ എണ്ണം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7 അല്ലെ? ഇവിടെ വരെ 7 ആണ് വരുന്നത്. ഇനി എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6. ഇവിടെ വരെ 6 കോളംസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് എങ്ങനെ പറയും? 6 into 7 മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? എന്നിട്ട് പറയും 42 എണ്ണം ഉണ്ട്, 42 ബോക്സസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്ന് നമ്മൾ പറയും. ഇങ്ങനെയല്ലേ നമ്മൾ സിമ്പിൾ കൗണ്ടിങ് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും ഇപ്പൊ നമ്മള് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചിട്ട് പോയിരുന്നു ഇത് പിന്നെയും 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ എണ്ണി പോകുമോ? പോവില്ല. പകരം നമ്മൾ റോസിന്റെയും കോളത്തിന്റെയും എണ്ണം നോക്കിയിട്ട് തമ്മില് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്യും അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് കൗണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാം അല്ലെ? ഇനി ഒന്ന് ആലോചിക്കുക, നമ്മുടെ പ്രോബബിലിറ്റി പറയുന്ന കേസിൽ നമ്മളോട് പ്രോബബിലിറ്റി പറയുമ്പം അതിൽ പറയാറുണ്ട്, ഇപ്പൊ കുറെ ബോൾസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നമ്മളോട് പിറക്കാൻ പറഞ്ഞിട്ട് പോസിബിലിറ്റി ഉണ്ട് അല്ലെ? അതിൽ നിന്ന് ഇപ്പം ഒരെണ്ണം നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന റെഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരെണ്ണം പുറത്തേക്ക് എടുക്കുന്നത് ബ്ലാക്ക് ആണെങ്കിൽ അതിന്റെ പോസിബിലിറ്റീസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു പോസിബിലിറ്റി പറയുമ്പം നമുക്കറിയാം, നമ്മളിപ്പോ കുറച്ച് ബോൾസ് ഇപ്പം 2 എണ്ണൊക്കെ ഉണ്ടെങ്കിൽ എന്ത് പറയാം? 1/2 ആന്ന് പറയാം അല്ലെ? 2 എണ്ണത്തിൽ 1 എടുത്തു, സോ ഒരെണ്ണം എടുത്തപ്പോ എന്തായി? 1/2 എന്നൊക്കെ പറയാം. പക്ഷെ അത് ഒരുപാട് എണ്ണം ആകുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ സിമ്പിൾ ആയിട്ട്? ഇനി അതും അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു വ്യക്തി ആരെങ്കിലും ഒരാളായിക്കോട്ടെ, ഇപ്പൊ ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ആരാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ ഇപ്പൊ നമുക്ക്
ഒരു 5 ഷർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. 5 ഷർട്ട് ഉണ്ട്. ഓക്കെ, 5 നമ്പേഴ്സ് ഓഫ് ഷർട്ട് ഉണ്ട്. ഇനി അയാൾക്ക് ആകെയുള്ളത് 3 പാൻസ് ആണ്. എത്ര എണ്ണമാണ്? 3 പാന്റ് ആണുള്ളത്. ഓക്കെ, 5 ഷർട്ട് ഉണ്ട്, 3 പാന്റ് ഉണ്ട്. ഇനി ഇയാൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്തോണ്ടേ ഇരിക്കണം. പക്ഷെങ്കില് ഇന്നിട്ട് ഡ്രസ്സ് നാളെ ഇടാൻ പാടില്ല. അങ്ങനെ അയാൾ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇടണം അല്ലെ. ഇന്നിട്ട് ഡ്രസ്സ് നാളെ ഇടാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ഡേ അയാൾ ഷർട്ട് 1 എടുത്തെങ്കിൽ ഫസ്റ്റ് ഡേ പാന്റ് 1 എടുത്തു അല്ലെ. ഷർട്ട് 1 എടുത്തു, പാന്റും 1 എടുത്തു. അപ്പൊ ഒരു ദിവസം അയാൾ ഡ്രസ്സ് യൂസ് ചെയ്തു. പക്ഷെ അടുത്ത ദിവസം അയാൾക്ക് ഇതേ ഡ്രസ്സ് യൂസ് ചെയ്യണം അല്ലെ. ഒരു ഷർട്ടും എടുക്കണം, പാന്റും എടുക്കണം. പക്ഷെ എന്ത് ചെയ്യരുത്? ഈ 1 കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യരുത്? ഫസ്റ്റ് ഡേ യൂസ് ചെയ്ത പാന്റും വരരുത്, ഷർട്ടും വരരുത്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഷർട്ടും എടുത്തു, സെക്കൻഡ് പാന്റും എടുത്തു അല്ലെ. അയാൾക്ക് ഒരു ഷർട്ടും പാന്റും അടുത്ത അയാൾ ചൂസ് ചെയ്തു. ഇനി 3ാമത്തെ ദിവസം ഇതും എന്താവരുത്? ഈ സെക്കൻഡ് ഡേയിൽ യൂസ് ചെയ്തത് റെപ്പിറ്റീഷൻ ആവരുത്. അപ്പൊ എന്ത് ചെയ്യും? 3ാമത്തെ ദിവസം അടുത്തത് എടുത്തു അല്ലെ. അടുത്ത പെയർ ഓഫ് ഷർട്ട് ആൻഡ് പാന്റ് എടുത്തു. പക്ഷെ ഇത്രയും എടുത്തു കഴിഞ്ഞപ്പോൾ അയാളുടെ പാന്റ് തീർന്നു അല്ലെ. പാന്റ് തീർന്നു. പക്ഷെ ഇനി 4ാമത്തെ ദിവസം എടുക്കാൻ ഷർട്ട് ഉണ്ട്. 4ാമത്തെ ദിവസം ഷർട്ട് എടുത്താൽ ഈ യൂസ് ചെയ്ത 3ാമത്തെ ദിവസത്തെ പാന്റ് അയാൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഈ 4ന്റെ കൂടെ അയാൾ 1ലെയോ അല്ലെങ്കിൽ 2ലെയോ യൂസ് ചെയ്ത അല്ലെ. ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ യൂസ് ചെയ്ത പാന്റ് ചിലപ്പം റിപ്പീറ്റ് യൂസ് ചെയ്യാം. പക്ഷെ 3 യൂസ് ചെയ്യുമോ? ഇല്ല. കാരണം അയാൾക്ക് അന്നിട്ടുണ്ട് തലേദിവസം ഇട്ട സാധനം വീണ്ടും അടുത്ത ദിവസം യൂസ് ചെയ്യാൻ താല്പര്യമില്ല. സോ അയാൾ എന്ത് ചെയ്യും? ഒന്നുകിൽ ഫസ്റ്റ് ഡേ യൂസ് ചെയ്തത് എന്ത് ചെയ്തു? ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ സെക്കൻഡ് ഡേ യൂസ് ചെയ്തു അല്ലെ. അങ്ങനെയായിരിക്കും വരുന്നത്. അപ്പൊ തലേ ദിവസം യൂസ് ചെയ്ത് അടുത്ത ദിവസം യൂസ് ചെയ്തെന്നാ പറഞ്ഞേക്കണത്. അപ്പൊ എന്ത് ചെയ്തു? 4ന്റെ കൂടെ ചിലപ്പോൾ 1 എടുക്കാം, അല്ലെങ്കിൽ 2 യൂസ് ചെയ്യാം. ഇങ്ങനെയായിരിക്കാം യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം 5 ആയപ്പോഴും എന്ത് ചെയ്തു? ഇയാൾക്ക് ഒന്നുകിൽ 1, 2 അടുത്ത് കഴിഞ്ഞ ദിവസം എടുത്തത് ഏതെങ്കിലും ഇപ്പൊ 1 എടുത്തെന്നിരിക്കട്ടെ, 2 എടുത്തില്ല എന്നിരിക്കട്ടെ. ഓക്കെ, 2 എടുത്തില്ല, 1 തന്നെ അയാൾ യൂസ് ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ 5ന്റെ കൂടെ അയാൾ ഏത് പേരായിരിക്കും യൂസ് ചെയ്യുക? ഒന്നുകിൽ 2 യൂസ് ചെയ്യും, അല്ലെങ്കിൽ 3 യൂസ് ചെയ്യും അല്ലെ. അങ്ങനെയായിരിക്കും അയാൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വരെ ഇപ്പൊ ഷർട്ട് തീർന്നു. ഇനി എന്ത് ചെയ്യണം? ഷർട്ട് പിന്നെയും ഈ ഉള്ള 5 യൂസ് ചെയ്യാൻ പാടില്ല അടുത്ത ദിവസം. പിന്നെ ഏതാണ്? ഈ 1, 2, 3, 4 ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം അല്ലെ. അതിനുള്ള പോസിബിലിറ്റി അതിൽ ഏത് വേണമെങ്കിലും അയാൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ പറഞ്ഞ ഓർഡറിൽ തന്നെ 1, 2, 3, 4, 5 അയാൾ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. പാന്റും 1, 2, 3 കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അയാൾക്ക് തോന്നുകയാണ് എടുക്കുമ്പോൾ ഇപ്പൊ ഷർട്ടിന്റെ കളറുകൾ വ്യത്യാസം ഉണ്ടല്ലേ. ഇതിപ്പോ ഒരു റെഡ്, ബ്ലൂ, യെല്ലോ, ഗ്രീന്, ബ്ലാക്ക്, ഇങ്ങനെ 5 കളേഴ്സാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് അയാൾക്ക് തോന്നുകയാണ് ഇന്ന് ഈ കളർ യൂസ് ചെയ്യാം, അടുത്ത ദിവസം അടുത്ത കളർ യൂസ് ചെയ്യാം എന്നൊക്കെ തോന്നുന്ന അനുസരിച്ചല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ ഇന്ന് അയാൾക്ക് റെഡ് യൂസ് ചെയ്യാൻ തോന്നി, അടുത്ത ദിവസം ഗ്രീനാ യൂസ് ചെയ്യാൻ തോന്നിയെങ്കിൽ എന്ത് ചെയ്യും? 2-ലായിരിക്കില്ല 4 ആയിരിക്കും അയാൾ ചൂസ് ചെയ്യുക അല്ലെ. അങ്ങനെ റെപ്പിറ്റേഷൻ വരാതെ യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റീസ് അല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞാൽ എത്ര പോസിബിലിറ്റീസ് വന്നു? ആകെയുള്ളത് മൊത്തം 5 ഷർട്ടും 3 പാന്റും ആണെങ്കിൽ ആൾക്ക് യൂസ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഇതിങ്ങനെ റെപ്പിറ്റേഷൻ വരാതെ യൂസ് ചെയ്യാൻ ഒരുപാട് പോസിബിലിറ്റീസ് അയാൾക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റെപ്പിറ്റേഷൻ ഇല്ലാതെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ. ഇപ്പൊ തന്നെ നോക്കി, അയാൾ എടുത്തിട്ടുള്ളത് ഓരോന്നും സെപ്പറേറ്റ് പെയേഴ്സ് ആക്കി അയാൾ മാറ്റി, റെപ്പിറ്റേഷൻ ഇല്ലാതെ അല്ലെ. പക്ഷെ വീണ്ടും എപ്പോഴെങ്കിലൊക്കെ റെപ്പിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്യുന്നില്ല? തലേദിവസം യൂസ് ചെയ്ത് അടുത്ത ദിവസം വന്നില്ല, പിന്നെ അടുത്ത ദിവസം വന്നില്ല. അയാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ നമ്മൾ ആരും ആകാം അല്ലെ. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ ആകാം. ഇപ്പൊ യൂണിഫോംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തായിരിക്കും? ആകെ 2 അല്ലെങ്കിൽ 3 ജോഡി ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ. ചിലരെന്ത് ചെയ്യും? ഒരേ പാന്റ് അല്ലെങ്കിൽ ഒരേ ഷർട്ടൊക്കെ 2 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് അടുത്ത ദിവസം നനയ്ക്കാൻ യൂസ് ചെയ്യുന്നവരുണ്ട്. ആ ഒരു കേസ് അങ്ങനെ പോകട്ടെ. നമ്മൾ പറയുന്നത് എന്താണ്? ഓരോന്നായിട്ട് റെപ്പിറ്റേഷൻ ഇല്ലാതെ യൂസ് ചെയ്യുന്ന കേസാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യാം? റെപ്പിറ്റേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പം ഇത് തന്നെ സെയിം തന്നെ വേണമെങ്കിൽ അടുത്തൊരു ദിവസം അയാൾക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഇനി 2-ഉം അടുത്ത ദിവസം വീണ്ടും യൂസ് ചെയ്യാം, 3-ഉം യൂസ് ചെയ്യാം. അങ്ങനെ റെപ്പിറ്റേഷനിൽ വേണമെങ്കിലും അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ പറയുന്നത്. നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ട് അല്ലെ. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞത് കുറേ വേസ് പറഞ്ഞല്ലേ. ഇതിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ നമുക്ക് 1-ഉം 1-ഉം 2-ഉം 2-ഉം 3-ഉം 3-ഉം അങ്ങനെ ഒരുപാട് വേസിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേ കേസ് ആയിരിക്കും എന്ത്? നമ്മളിപ്പോ ഒരു ബോൾ, ഇപ്പൊ ഒരു ബോക്സ് ഉണ്ട്, ഇതിനകത്തൊരു 100 ബോൾസ് കിടപ്പുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? ഒരു 100 ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് പല കളേഴ്സ് ഉണ്ടാകും അല്ലെ. ഒരുപാട് കളേഴ്സ് ഉണ്ടാകും. ഇപ്പൊ ഒരു 10 യെല്ലോ ഉണ്ടാകും, 10 ബ്ലൂ ഉണ്ടാകും, ചിലപ്പോൾ ഒരു 20 റെഡ് ഉണ്ടാകും,
അല്ലെ? അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 50 ഗ്രീൻ ഉണ്ടാവും. പിന്നെ ഏതാ കളർ വരാനുള്ളത്? ഓറഞ്ച് എടുക്കാം അല്ലെ? ഒരു 20, 40, ഇപ്പൊ 10 ഓറഞ്ചും ഉണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇത്രയും കളേഴ്സ് ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുക്കുമ്പോൾ നമുക്ക് ഓരോരോ പ്രോബബിലിറ്റീസ് അല്ലേ? നമ്മൾ പ്രോബബിലിറ്റി പഠിച്ചാണെങ്കിൽ യെല്ലോയുടെ കേസിൽ 10/100 പറയും, ബ്ലൂവിന്റെ കേസിൽ 10/100 പറയും, ഇങ്ങനെ പറയാം. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ചോദിച്ചാൽ എന്തായിരിക്കും വരിക? നമ്മൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതല്ലേ ടോട്ടൽ വേസ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ അതേ കാര്യം തന്നെ അപ്പൊ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ പറയുന്നത്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതാണ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ടോട്ടൽ വേസ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ എത്രയാണോ ഉള്ളത് എന്ത് ചെയ്യുക? ആ ടോട്ടൽ വേസ് അതിനെ നമ്മൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെർമ്യൂട്ടേഷൻസ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ്? പെർമ്യൂട്ടേഷൻസ്. ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ? ഓരോ നമ്പേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് കൗണ്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കാൻ പോണതാണ് എന്ത്? പെർമ്യൂട്ടേഷൻസ്. അതിനു മുന്നേ നമുക്ക് 2 പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? എങ്ങനെ നമുക്ക് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് വെച്ചിട്ട് ചെയ്യാം എന്നുള്ളത്. അത് പറഞ്ഞിട്ട് നമുക്ക് പെർമ്യൂട്ടേഷൻസിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറയണേ? ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 2, 3, 4 and 5? 1, 2, 3, 4, 5. 5 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് എത്ര 3-digit നമ്പേഴ്സ് ഫോം ചെയ്യാം എന്നുള്ളതാണ് ചോദിക്കുന്നത്. 3-digit നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 3-digit നമുക്കറിയാം എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് 100-ൽ സ്റ്റാർട്ട് ചെയ്ത് 999 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലേ? ഇത്രയുമായിരിക്കും നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്ത്? നമുക്ക് തന്നിട്ടുള്ള 3-digit നമ്പേഴ്സ്. ടോട്ടൽ അപ്പോൾ എത്ര നമ്പേഴ്സ് വരും? ഇത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 999. 1 തൊട്ട് 101 തൊട്ട് 999 വരെ എത്ര ഉണ്ട്? 999 നമ്പേഴ്സ് ഉണ്ട്. ഒരു 100ഉം കൂടെ ചേർന്നപ്പോൾ എത്രയായി? മൊത്തം 1000 നമ്പേഴ്സ് നമുക്ക് 3-digit നമ്പേഴ്സ് പഠിക്കാനുണ്ട്. ആ 3-digit നമ്പേഴ്സിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന നമ്പേഴ്സ് മാത്രം വെച്ചിട്ട് അല്ലേ? അപ്പോൾ നല്ല ചോദിക്കേ, 5 വരെ വെച്ചിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെ വരെയുള്ള നമ്പേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് 599 വരെയുള്ള നമ്പേഴ്സിനെ എടുക്കാം. എവിടെ തൊട്ടായിരിക്കും? 1 തൊട്ട് തുടങ്ങുന്നതാണ് അല്ലേ? സോ 1 തൊട്ടെന്ന് പറയുമ്പോൾ എത്രയായി? 0 പറയുന്നില്ല. ഉണ്ടോ? 1, 2, 3, 4, 5 പറയുന്നുള്ളൂ. സോ 0 എവിടെ ഇല്ല. 0 ഇല്ലെങ്കിൽ അപ്പോൾ എവിടെ ആയിരിക്കും വരുന്നത്? 1, 1, 1ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? 1 ഉണ്ട്, 0 ഇല്ല. പക്ഷെ ആരുണ്ട്? 1, 2, 3, 4, 5. അങ്ങനെയെങ്കിൽ 111, 110 വരെ അതിനകത്ത് 0 ഇല്ലേ? 111 തൊട്ടുള്ളതിനകത്ത് 0 ഇല്ല. ഇനി നമുക്ക് വരേണ്ടത് എവിടെയാണ്? 5 വരെയുള്ള നമ്പേഴ്സ്. സോ 5 വരെയുള്ള നമ്പേഴ്സ് വരുമ്പോഴത്തേക്ക് എവിടെ വരും? 3, 5 അല്ലെ? 555 വരുന്ന നമ്പേഴ്സ് വരെ ആയിരിക്കും മാക്സിമം നമ്പർ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത്രയും നമ്പേഴ്സ് അല്ലേ പറ്റുള്ളൂ? ഇത്രയും നമ്പേഴ്സ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്നതുള്ളൂ. ഇനി ചോദിച്ചേക്കുന്നത് എന്താണ്? ഈ നമ്പേഴ്സ് വെച്ചിട്ട് 3-digit നമ്പേഴ്സ് ഫോം ചെയ്താൽ റെപ്പിറ്റീഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് അലൗഡ്. റെപ്പിറ്റീഷൻ ആവാം. അപ്പൊ റെപ്പിറ്റീഷൻ ഉദ്ദേശം എന്താ? ഈ പറഞ്ഞ 111ഉം 585 ഒക്കെ വരുന്ന പോലെ നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസ് നമുക്ക് എടുക്കാം. ഓക്കെ അല്ലേ? നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്തു വരുന്ന കേസ് നമുക്ക് എടുക്കാം എന്നാ പറയുന്നത്. അപ്പൊ ഏതായിരിക്കും നമ്പേഴ്സ്? മാക്സിമം നമ്പർ എവിടെ വരെ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? 555 വരെ അല്ലെ? മാക്സിമം നമ്പർ എവിടെ വരെ വരും? 555 വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? 5 റിപ്പീറ്റ് ചെയ്തു വരുന്ന നമ്പേഴ്സ് വരെ 1, 2, 3, 4 and 5 വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 മാത്രം റിപ്പീറ്റ് ചെയ്യുന്ന തുടങ്ങുന്നത് എവിടെയാണ്? 111ലാണ് അല്ലേ? 111ൽ തുടങ്ങി 555 വരെ ആയിരിക്കും ഈ പറഞ്ഞേക്കുന്ന ഒരു ഫോമിൽ നമുക്ക് നമ്പേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്രയും നമ്പേഴ്സിന്റെ ഉള്ളിൽ റെപ്പിറ്റീഷൻ അലൗഡ് ആണെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് നമുക്ക് എടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോട്ടൽ എത്ര നമ്പേഴ്സ് നമുക്ക് എടുക്കാം എന്നുള്ളത്. എത്രയായിരിക്കും നമ്പേഴ്സ് എടുക്കാൻ പറ്റുക? റെപ്പിറ്റീഷൻ ഓഫ് ഡിജിറ്റ്സ് അലൗഡ് ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം എത്രയായിരിക്കും റെപ്പിറ്റീഷൻ ഓഫ് അലൗഡ് ആണെങ്കിൽ ടോട്ടൽ വരുന്നത്? 555 അല്ലെ? 3-digit നമ്പേഴ്സ് ആണ്. 3-digit ആകുമ്പോൾ 3 ഡിജിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. 5 നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ 3 ഡിജിറ്റ് വരെ ആവാൻ പാടുള്ളൂ. അങ്ങനെയെങ്കിൽ 555 വരെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് പൊസിഷനിൽ ആരായിരിക്കും? അപ്പം ഫസ്റ്റ് പൊസിഷനിലും സെക്കൻഡ് പൊസിഷനിലും തേർഡ് പൊസിഷനിലും ആൾക്കാരുണ്ട് അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പൊസിഷൻ അല്ലേ? ഇത്രയും വരെ ആയിരിക്കും ആളുകളുള്ളത്.
അങ്ങനെയെങ്കിൽ ഇവിടെയൊക്കെ ആരായിരിക്കും വരുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ 5, സെക്കൻഡ് പൊസിഷനിൽ 5, തേർഡ് പൊസിഷനിൽ 5. നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടാണ്. എപ്പോഴാണ്? റെപ്പിറ്റീഷൻ അലൗഡ് ആണ്. റെപ്പിറ്റീഷൻ അലൗഡ് ആവുന്ന കേസാണ്. അപ്പൊ എത്രയായി? 3, 5 വരെ വരുന്നത് വരെ. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും പോസിബിൾ ആയിട്ടുള്ള വേസ്? പോസിബിൾ വേസ് ആർ. പോസിബിൾ വേസ് എന്തായിരിക്കും? നമുക്ക് പറയാൻ പറ്റും, നമ്മൾ എടുക്കുന്നത് 5, 5, 5 ആണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5, 5, 5 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയാണോ ആൻസർ കിട്ടുന്നത് അതായിരിക്കും എന്ത്? നമുക്ക് അവിടെ കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ എത്ര ആയിരിക്കും? 5 × 5 25. 25നെ 5 കൊണ്ട് ഗുണിച്ചാൽ 125 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കി ആൻസർ? അപ്പൊ നമ്മുടെ പോസിബിൾ വേസ് എത്രയായിരിക്കും കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 125 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പൊ അത്രയുമായിരിക്കും നമുക്ക് റെപ്പിറ്റീഷൻ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. പോസിബിൾ നമ്പേഴ്സ് ഏതാണ്? റെപ്പിറ്റീഷൻ വെച്ച് 125 നമ്പേഴ്സ്. ഇത്രയും നമ്പേഴ്സിന്റെ ഇടയ്ക്കുള്ള 125 നമ്പേഴ്സ് റെപ്പിറ്റീഷൻ വെച്ച് നമുക്ക് എടുക്കാം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ഇപ്പൊ നമ്മൾ ചിന്തിക്കും, ഇവിടെയാണെങ്കിൽ 111 ഉണ്ട്, 555 ഉണ്ട് അല്ലെ? അപ്പൊ 2 എണ്ണമായി. ഇടയ്ക്ക് 2, 2, 2 അല്ലെ? 1, 1, 1 ഉണ്ട്, 2, 2, 2 ഉണ്ട്, 3, 3, 3 ഉണ്ട്, 4, 4, 4 ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ 5, 5, 5 ഉണ്ട്. അപ്പൊ എത്ര നമ്പേഴ്സ് ആയി? 5 എണ്ണേ ആയുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും 5 എണ്ണേ വരുന്നുള്ളൂ. പക്ഷെ റെപ്പിറ്റീഷൻ ഉദ്ദേശിച്ചത് 3 ഡിജിറ്റിനും റെപ്പിറ്റീഷൻ ആണോ പറഞ്ഞത്? അല്ല, റെപ്പിറ്റീഷൻ അലൗഡ് എന്നേ പറഞ്ഞുള്ളൂ. ഇതിന്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സ് നോക്കി. ഈ 111 കഴിഞ്ഞിട്ട് 112, 113, 114, 1, 1 എന്നുള്ളത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഒരു തവണയല്ല, 2 തവണ വന്നു. സോ റെപ്പിറ്റീഷൻ ഉണ്ടല്ലോ. അങ്ങനെ റെപ്പിറ്റീഷൻ വരുന്ന കേസസ് എത്രയെന്നാ ചോദിച്ചത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ എഴുതി അല്ലേ? 111, 112, 113, 114, 115 അങ്ങനെ 119 വരെ വരുമ്പോഴത്തേക്ക് എത്ര എണ്ണമായി? 10 എണ്ണമായി. പിന്നെ നമ്മൾ അടുത്തത് എന്ത് ചെയ്യും? 200 എത്തുമ്പം അല്ലേ? 200 എത്തുമ്പോൾ ഉള്ളത് പിന്നെ നമ്മൾ എണ്ണും. അങ്ങനെ അങ്ങനെ എണ്ണി എണ്ണി നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ എങ്ങനെ വരുന്നുണ്ട്? പിന്നെ നമുക്ക് ഫസ്റ്റ് നമ്പർ അല്ലെ? ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും 121 വരും അല്ലെ? അതുപോലെ തന്നെ 131 വരും, 141 വരും, 151 വരും. അപ്പോഴും എന്താണ്? 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1 റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ഇനി ഇതേ സെയിം കേസ് എന്ത് ചെയ്യും? 2 റിപ്പീറ്റ് ചെയ്യുന്ന കേസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എടുക്കാനുണ്ട്. സോ അതെല്ലാം നമ്മളിങ്ങനെ എഴുതി എഴുതി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന ഏറ്റവും ഫൈനലായിട്ട് വരുന്ന നമ്പർ ഏതാണോ, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഫൈനൽ നമ്പർ ഏതാണോ, അതിൻ്റെ അകത്ത് വരുന്ന ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റ് പൊസിഷൻ മീൻസ് ഹൺഡ്രഡ്സിന്റെ അല്ലെ? 3 ഡിജിറ്റ് ആകുമ്പോൾ ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് ആണ്. അപ്പം ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്നത് ഏതാണോ ഡിജിറ്റ് അത് ഇൻറ്റു ടെൻസിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഇൻറ്റു വൺസിന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴായിരിക്കും എന്ത് കിട്ടുക? നമ്മുടെ പോസിബിൾ വേസ് എന്നുള്ളത് റിപ്പീറ്റേഷൻ അലൗഡ് ആവുന്ന കേസിൽ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? കിട്ടുന്നുണ്ടോ അപ്പൊ ആൻസർ? ഇനി നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ നോക്കി. റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് നോട്ട് അലൗഡ്. റെപ്പിറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസാണ് പറയുന്നത്. റെപ്പിറ്റേഷൻ പാടില്ല. എത്ര വരെ ആകാൻ പാടുള്ളൂ നമ്പർ? 1, 2, 3, 4, 5. ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ എടുക്കും റെപ്പിറ്റേഷൻ അലൗഡ് അല്ലാത്ത പോസിബിൾ വേസ് വെൻ റെപ്പിറ്റേഷൻ നോട്ട് അലൗഡ്. റെപ്പിറ്റേഷൻ പാടില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ് 125 കിട്ടിയത് എപ്പോഴായിരുന്നു? റെപ്പിറ്റേഷൻ ഉണ്ടാവുന്ന കേസ് അല്ലേ? ഇനി എന്താ പറയാൻ പോകുന്നത്? റെപ്പിറ്റേഷൻ അലൗഡ് അല്ലാത്ത കേസാണ്. അപ്പൊ അലൗഡ് അല്ലാത്ത കേസിൽ എന്തായിരിക്കും സംഭവിക്കുക? 1, 2, 3, 4, 5 ഇത് വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റും ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ച്. എത്രയായിരിക്കും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്? സ്മോളസ്റ്റ് നോക്കി ഇതിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം എത്ര ആയിരിക്കും. 1, 2, 3 വെച്ചിട്ട് അല്ലെ? ഏറ്റവും ഹൺഡ്രഡ്സിന്റെ ഏറ്റവും സ്മോളസ്റ്റിൽ 1 വരും അല്ലെ? റെപ്പിറ്റേഷൻ പാടില്ലെന്ന് പറഞ്ഞു. സോ വീണ്ടും 1 വരുമോ? വരില്ല. ആരായിരിക്കും വരുന്നത്? 2 വരും, പിന്നെ 3 വരും. ഇതല്ലേ കിട്ടുന്ന ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ. ഇനി ഇതിൽ തുടങ്ങി ഏത് നമ്പർ വരെ എൻഡ് ചെയ്യാം? നമ്മൾ പറഞ്ഞു മാക്സിമം റെപ്പിറ്റേഷൻ വന്നാൽ 555 എന്ന് പറഞ്ഞു അല്ലെ? റെപ്പിറ്റേഷൻ വന്നാൽ 555 ആണെങ്കിൽ അതിന് താഴെ വരുന്നതായിട്ടുള്ള ഏതോ ഒരു നമ്പറാണ് മാക്സിമം നമ്പർ എടുക്കാൻ പറ്റുക. അപ്പൊ ഇവിടെ നോക്കി ഇതിൽ ആരായിരിക്കും മാക്സിമം ടെൻസിന് കൊടുത്താലായിരിക്കും നമുക്ക് ഇവിടെ നമ്പർ എഴുതാൻ പറ്റുക?
5 എന്ന് പറയുന്നത് ഹൺഡ്രഡ്സിന് വരും, അപ്പോഴാണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ കിട്ടുക. ഇനി ഇവിടെ നമ്മുടെ ടെൻസിന് ഏത് വരണം? ഈ 5നേക്കാട്ടി ചെറുതാരേ ഉള്ളൂ? 4 ഉള്ളൂ. 5ഉം 4ഉം വന്നു. ഇനി ഇവർ രണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത ഏറ്റവും വലിയ നമ്പർ ആരാ? 3 ആണ്. സോ 123 to 543 ആയിരിക്കും നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? സ്മോളസ്റ്റും ലാർജസ്റ്റും. ഇതിന്റെ നടുവിൽ വരുന്ന റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് എത്ര എണ്ണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് എത്ര എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യാത്ത നമ്പേഴ്സ് എത്രയായിരിക്കും വരിക? എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ 543 ആണ് ലാർജസ്റ്റ് അല്ലേ? അപ്പൊ ലാർജസ്റ്റ് അതാണെന്നുണ്ടെങ്കിൽ അവിടെ വരെ എത്ര എന്ന് നോക്കിയാൽ പോരെ? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ചെയ്തത് ലാർജസ്റ്റ് എവിടെ വരെ വരുന്നു എന്നാണ് നമ്മൾ നോക്കിയത്. സെയിം തന്നെ കാര്യം ഇവിടെ എന്ത് ചെയ്യുക? എത്രയാണോ നമ്മുടെ ലാർജസ്റ്റ് ആയിട്ട് പോകുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടെ ലാർജസ്റ്റ് റിപ്പീറ്റേഷൻ വന്ന് 555 ആയിരുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ലാർജസ്റ്റ് വരുന്നത് 543 വരെയാണ് അല്ലേ? അപ്പൊ ഈ 543 വരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് പൊസിഷനിൽ ആര് വരണം? ഫസ്റ്റ് പൊസിഷനിൽ 5 വരണം. ഇനി സെക്കൻഡ് പൊസിഷനിൽ ആര് വരണം? അതായത് ടെൻസിന്റെ പ്ലേസിൽ ആര് വരണം? 4 വരണം. ഇനി തേർഡ് പൊസിഷനിലോ? തേർഡ് പൊസിഷനിൽ ആരായിരിക്കും വരുന്നത്? തേർഡ് പൊസിഷനിൽ 3യും വരണം. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പോഴല്ലേ നമുക്ക് മാക്സിമം എത്രയാണ് റിപ്പറ്റീഷൻ അലൗഡ് അല്ലാതെ നമുക്ക് കിട്ടുന്നത് കണ്ടുപിടിക്കാൻ പറ്റൂ. സോ പോസിബിൾ വേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ കിട്ടുന്ന ലാർജസ്റ്റ് നമ്പറിന്റെ ഡിജിറ്റ്സ് ഏതൊക്കെയാണോ അവരെ എല്ലാം കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 into 4 into 3 ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്ങിൽ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരാൾക്ക് 3 പാൻറ്റും അതുപോലെ 5 ഷർട്ടുമാണ് ഉള്ളതെന്ന്. സോ അയാൾക്ക് റെപ്പറ്റീഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ എത്ര തവണ പറ്റും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ ടോട്ടൽ 5ഉം ഇവിടെ 3യും ഉണ്ടെന്ന്. സോ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പോൾ അയാളുടെ ടോട്ടൽ എത്ര വേസ്റ്റ് എന്നുള്ളത് കിട്ടുമല്ലോ. അതേ കാര്യമാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. അതിൽ ലാർജസ്റ്റ് നമ്പർ ആണ് ആവശ്യം. സോ ലാർജസ്റ്റ് നമ്പർ ഇവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്തു 543 വരെ. അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 5 ഗുണം 4 എത്രയാണ്? 20. 20 ഗുണം 3 എത്ര വരും? 60. സോ ആൻസർ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ? ഫൈനൽ ആൻസർ കിട്ടിയത് വരെ മനസ്സിലായോ നിങ്ങൾക്ക്? 60 വരെ ആയിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൗ മെനി 4-letter code can be formed using the first 10 letters of the English alphabet if no letter can be repeated? നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ മെനി 4-letter code. ഒരു 4-letter code വേണം അല്ലേ? അങ്ങനെയെങ്കിൽ എത്ര 4-letter codes ഇപ്പം നമുക്ക് എടുത്താൽ ആദ്യത്തെ 10 എന്ന് പറയുമ്പോൾ എത്ര? ABCDEFGHIJ വരെ അല്ലേ? ഇത്രയായിരിക്കും 10 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഈ 10 ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ എന്നല്ലേ പറഞ്ഞത്? ക്യാൻ ബി റിപ്പീറ്റഡ് അല്ല, ഇഫ് നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ റെപ്പറ്റീഷൻ ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്നാ ചോദ്യം. അങ്ങനെയെങ്കിൽ നോക്കിയേ, ഇത് ഫസ്റ്റ് ലെറ്റർ ആണ്, ഇത് സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, 6, 7, 8, 9, 10. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ കേസ് തന്നെ യൂസ് ചെയ്യത്തില്ലേ? എന്ത് ചെയ്താൽ മതി? അപ്പൊ നമുക്ക് നോക്കുക ഏറ്റവും മാക്സിമം വരുന്നത് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് അല്ലെ? ഇവിടെ ഏതാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്? 7, 8, 9, 10 സ്ഥാനങ്ങളിൽ വരുന്ന ആൾക്കാരല്ലേ? അവര് റിപ്പീറ്റ് ചെയ്യാതെ വരുന്നതായിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെയെങ്കിൽ 4-letter codes അല്ലെ, possible ways of 4-letter code with no letter repeated അല്ലെ? no letter repeated. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ എത്രന്നാ ചോദിച്ചത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യാതെ നമുക്ക് മാക്സിമം ആണ് അപ്പോഴും വേണ്ടത് അല്ലെ? എത്രന്നാ? ഹൗ മെനി പോസിബിൾ വേസ് ചോദിക്കുമ്പോൾ നമ്മുടെ മാക്സിമം ആയിരിക്കും നമ്മൾ പറയുക അല്ലെ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? മാക്സിമം എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ഇവിടെ മാക്സിമം പറഞ്ഞാൽ എത്രയായിരിക്കും? 7, 8, 9, 10 അല്ലേ ഇവിടുത്തെ മാക്സിമം എന്നും പറഞ്ഞു വരുന്നത്. നമുക്ക് ആവശ്യം കൗണ്ടിങ് ആണ്. കൗണ്ടിങ്ങിന് നമുക്ക് ലെറ്റേഴ്സ് അല്ല ആവശ്യം, നമ്പേഴ്സ് ആണ് ആവശ്യം അല്ലെ? സോ നമ്മൾ എന്ത് ചെയ്യും?
ഇവിടെ മാക്സിമം വരുന്നത് അല്ലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്നതിന്റെ നമ്പേഴ്സ് എടുത്തു. സോ പോസിബിൾ വേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിന്റെ നമ്പേഴ്സ് എടുത്താൽ മതി അല്ലെ. അപ്പൊ എത്രയൊക്കെ വരും? 10 ഉണ്ട്, 9 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര 4 ഡിജിറ്റ് നമ്പേഴ്സ് 4 ലെറ്റർ കോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആദ്യത്തെ 10 ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നോക്കിയേ, എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? ഇതില് 7, 8, 9, 10. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആൻസർ എത്ര വരും? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 8 7 56 അല്ലേ. 56നെ 9 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര കിട്ടും ആൻസർ? നിങ്ങൾക്ക് 5040 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? 5040 എന്ന് കിട്ടും. കിട്ടുന്നുണ്ടോ നോക്കിയേ. 5040 അല്ലേ ആൻസർ വരുന്നത്. ഫൈനൽ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തെന്ന്. അപ്പൊ നമ്മുടെ പോസിബിൾ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുന്നത്? ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാതെ വരുന്ന കേസാണ് പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവിടെ നമുക്ക് 10 അല്ലെ, ജെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന വരുമായിരുന്നു. സോ ഇൻ കേസ് റിപ്പീറ്റ് ചെയ്യുന്ന കേസ് കൂടെ പറഞ്ഞാലോ, ഇഫ് നമ്പേഴ്സ് ക്യാൻ റിപ്പീറ്റഡ് ആണെങ്കിലോ, റിപ്പീറ്റഡിന്റെ കേസാ വരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? നമ്മൾ അവിടെ നോക്കേണ്ടത് ഹയസ്റ്റ് ആയിരിക്കണം. ഹയസ്റ്റിൽ ആരായിരിക്കും ഉള്ളത്? 10 ആയിരിക്കും ഉള്ളത്. സോ 10 റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന എന്തായിരിക്കും? ജെ 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 എന്ന് എഴുതാം അല്ലേ. സോ എന്ത് ചെയ്യാം? ഇതിന്റെ നമ്പേഴ്സ് എല്ലാം 10 ആണ് അല്ലേ, എല്ലാം 10 ആണ്. സോ അങ്ങനെയെങ്കിൽ റിപ്പീറ്റഡ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? റിപ്പീറ്റഡ് ആണെങ്കിൽ 10 × 10 × 10 × 10 ചെയ്യുക. ആൻസർ എത്ര വരും? 1 2 3 4 0 ഇല്ലേ. സോ ഇവിടെ നമ്മൾ 4 0 ഇട്ട് കൊടുത്താൽ കിട്ടും. ഇതായിരിക്കും നമുക്ക് ടോട്ടൽ റിപ്പീറ്റ് ചെയ്യുന്ന കേസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്ത ഏതായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് റിപ്പീറ്റ് ചെയ്യാത്ത കേസാണ്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 7 8 9 10 മാക്സിമം വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് നോക്കുക. ആ 4 നമ്പേഴ്സ് എടുക്കുക റെപ്പറ്റീഷൻ ഇല്ലാതെ. സോ ഡിഫറെന്റ് ആയിട്ടുള്ള 4 നമ്പേഴ്സ് 7 8 9 10 മൾട്ടിപ്ലൈ ചെയ്ത് 5040 ആൻസർ കിട്ടി. ഇനി നമ്മളോട് സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും? റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ, റെപ്പറ്റീഷനും കൂടെ വന്നാൽ എന്ത് ചെയ്യും? മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള നമ്പറിന്റെ അല്ലെ ലെറ്ററിന്റെ നമ്പർ എടുക്കുക. എത്രയാണ്? ജെ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ ജെ വരെ എടുത്തത്? ഇവിടെ നമ്മളോട് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് 10 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 10 ലെറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാട്ടോ ജെ വരെ എടുത്തത്. സോ അത് നമ്മളോട് പറയുന്നത് അനുസരിച്ച് ഏതാണോ നമ്പേഴ്സ് വരെ ഉള്ളത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യത്തെ 10 ആയതുകൊണ്ടാണ് 10 9 8 7 വന്നത്. ഇനി റിപ്പീറ്റ് ചെയ്താൽ എന്തായി? ജെ റിപ്പീറ്റ് ചെയ്യുന്നത് മാക്സിമം ആണ്. അപ്പൊ ജെ റിപ്പീറ്റ് ചെയ്താൽ എത്ര? 10 10 10 10 എന്നായിരിക്കും. സോ അവരെ 4 പേരെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താലായിരിക്കും റെപ്പറ്റീഷനിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയണത്, how many 3-digit even numbers can be formed from the digits 1 2 3 4 5 6 if digits can be repeated? ഇപ്പൊ പറഞ്ഞ പോലെ സെയിം വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഫോം ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഈവൻ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും? 1 2 3 4 5 6. ഏതൊക്കെ നമ്പേഴ്സ് യൂസ് ചെയ്യാം? 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്യാം. 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം. അത് റിപ്പീറ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഹൗ മെനി പോസിബിൾ ഡിജിറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര ആയിരിക്കും? പോസിബിൾ വേസ് അല്ലേ, പോസിബിൾ വേസ് ഓഫ് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ്. പോസിബിൾ വേസ് ഓഫ് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ്. 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് റിപ്പീറ്റഡിന്റെ കേസാണ് പറയുന്നത് അല്ലേ, റിപ്പീറ്റഡിന്റെ കേസാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് പറഞ്ഞേക്കുന്നത് 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഈവൻ നമ്പേഴ്സ്? 0 2 4 6 8. ഈ 5 നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്ന ഈവൻ നമ്പേഴ്സ്. ഇതില് 1 2 3 4 5 6 എന്നാ പറഞ്ഞേക്കുന്നത്. സോ ഇവിടെ ആരൊക്കെ വരും? 2 എടുക്കാം, 4 എടുക്കാം, 6 എടുക്കാം അല്ലേ. 1 to 6 വരെ ആരൊക്കെ വരുന്നുള്ളൂ? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഈ 3 നമ്പേഴ്സ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഫോം ചെയ്യണം.
ഇത് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം 3 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. റിപ്പറ്റീഷൻ ആവാം എന്ന് പറഞ്ഞു. റിപ്പറ്റീഷൻ ആവാമെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സ് ഏതായിരിക്കും വരിക? നമ്മൾ എടുക്കുമ്പോൾ ഇവിടുന്ന് നമുക്ക് 246 അല്ലെ, ഏറ്റവും ചെറുതെന്ന് പറയുന്ന 246 ആയിരിക്കും. വലുത് എത്രയായിരിക്കും? 6 246 അല്ലല്ലോ, റിപ്പറ്റീഷൻ ആവാന്നാ പറഞ്ഞത്. സോ 222 ആയിരിക്കും ഇവിടെ വരിക അല്ലെ. 222 ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണെങ്കിൽ 666 കിട്ടുമല്ലോ, നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി, എല്ലാ നമ്പേഴ്സും നമുക്ക് എടുക്കാൻ പറ്റുമോ? എല്ലാ നമ്പേഴ്സും നമുക്ക് എടുക്കാൻ പറ്റണില്ല. പകരം എത്രയൊക്കെ എടുക്കാൻ പറ്റൂ? 2ഉം 4ഉം 6ഉം വരുന്ന കേസസ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് 3 നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ നമ്മൾ എടുക്കുമ്പം നമുക്കറിയാം ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ നോക്കിയാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 666 മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ? 666 ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാ നമ്പേഴ്സും അല്ലെ, ഫുൾ നമ്പേഴ്സ്, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ എങ്ങനെയായിരുന്നു? ഫുള്ള് നമ്പേഴ്സ് യൂസ് ചെയ്യുന്ന കേസാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ് ടു 10 വരെ, 1 to 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടായിരുന്നു. ഇനി അതിന് മുന്നത്തെ പ്രോബ്ലം ആണ് പറഞ്ഞതെങ്കിലോ, അതിൻ്റെ അകത്ത് പോസിബിൾ വേസ് എടുത്തപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു? 1 to 5 വരെയുള്ള എല്ലാ നമ്പേഴ്സും റെപ്പറ്റീഷൻ ഉള്ളതും ഇല്ലാതെയും എടുത്തു അല്ലെ. 1 to 5 ഫുൾ നമ്പേഴ്സ്. പക്ഷെ ഈ ഒരു കേസിൽ എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇത്രയും മാത്രമേ ഉള്ളൂ, റിപ്പീറ്റ് ചെയ്യാം, പക്ഷെ ഈവൻ നമ്പേഴ്സ് എടുക്കാവുള്ളൂ. ഈവൻ നമ്പേഴ്സ് മാത്രം ആകുമ്പോൾ എന്ത് ചെയ്തു? പകുതിയായിട്ട് കുറഞ്ഞില്ലേ? ഓഡ് നമ്പേഴ്സിനെ നമ്മൾ ഒഴിവാക്കുന്നില്ലേ? സോ ആ ഓഡ് നമ്പേഴ്സിന്റെ കുറവ് അവിടെ ഉണ്ടാകും. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് 3 അല്ലെ, അപ്പൊ 3 ആയിരിക്കും വരുന്നത്. അങ്ങനെയെങ്കിൽ 3 into 6 into 6. കാരണം എന്താ? 6ഉം 6ഉം റിപ്പീറ്റ് ചെയ്തോട്ടെ. പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 100സിനും 10സിനും 6 റിപ്പീറ്റ് ചെയ്താലും നമ്മുടെ 1സിന്റെ പ്ലേസിൽ ആര് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല? 3 നമ്പേഴ്സേ വരാൻ പാടുള്ളൂ. 2ഉം 4ഉം 6ഉം മാത്രമേ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള 1, 3, 5, 7, 8, 9, 0 ഈ നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല. അപ്പൊ 3 പേരെ ഇവിടെ നമുക്ക് വരാൻ പാടുള്ളൂ അല്ലെ. ഇതിന് പകരം ആരൊക്കെ വരാം? 2 വരാം, 4 വരാം, 6 വരാം. സോ 3 നമ്പേഴ്സേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ 3 into 6 into 6 ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. സോ ആൻസർ എത്ര കിട്ടും? 108 കിട്ടും. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് 3 എടുത്തത്? ആകെ 3 നമ്പേഴ്സേ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 into 6 into 6 എന്ന് എടുത്തു. സോ നമുക്ക് കിട്ടുന്നത് 6 3 18, 18 ഗുണം 6 ചെയ്തപ്പോൾ എത്രയായി? 108 എന്ന് കിട്ടി. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നമ്മൾ പറയുന്നത് 222 തൊട്ട് 666 വരെയാണ് എടുക്കുന്നതെങ്കിൽ 36 ഗുണം 6 എത്രയായിരിക്കും വരിക? 216 കിട്ടും അല്ലെ. 216ന്റെ പകുതി എടുക്കണം. അപ്പൊ എത്ര വരും? 108. അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞു, നമ്മൾ ഫുൾ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതി എന്ത് പോകുന്നാ പറഞ്ഞത്? ഓഡ് നമ്പേഴ്സ് മാറുന്നത്. ഇനി നമ്മൾ 666 വെച്ച് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഓർ ചെയ്യാൻ പറ്റുന്ന എന്തായിരിക്കും? 666 വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാര് ചെയ്യേണ്ടത് ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. കാരണം ഈവൻ നമ്പേഴ്സ് മാത്രം കിട്ടിയാൽ മതി. നമുക്ക് ഓഡ് നമ്പേഴ്സ് അവിടെ ആവശ്യമുണ്ടോ? ഓഡ് നമ്പേഴ്സിന് നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഈവൻ നമ്പേഴ്സ് എടുക്കുന്നതിന്റെ നേരെ പകുതി ആരും പോകുന്നുണ്ട്? ഓഡ് നമ്പേഴ്സ് പോകുന്നുണ്ട്. സോ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 36നെ 6 കൊണ്ട് ചെയ്താൽ 216 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ 108 തന്നെ കിട്ടും. എന്തുകൊണ്ടാണ്? അവിടെ നമുക്ക് ആവശ്യം ഈവൻ നമ്പേഴ്സ് ആയിരുന്നു. സോ ഓഡ് നമ്പേഴ്സ് പകുതി അതിൽ നിന്ന് ഒഴിവായി കിട്ടും. സോ അതിനെ ഒഴിവാക്കിയ ബാക്കി 108. അതേ 108 ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ?